അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നത്തെയും പോലെ ഇന്ന് ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡാണ് ആദ്യമേ ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കൊഴിയാള മീനാണ് കിട്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരപ്പ് തയ്യാറാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തേങ്ങ, ഉള്ളി, മല്ലി, മുളക്, പുളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് അരച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2-3 മുരിങ്ങക്കയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉലുവാപ്പൊടി എന്നിവ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴിയാള കട്ട് ചെയ്തെടുക്കാം. എന്നും മീൻ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ വന്ന് കാവലിരിക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ ആരെയും കണ്ടില്ല, എങ്ങോട്ട് പോയോ ആവും. മീൻ കണ്ടിക്കാൻ സമ്മതിക്കാത്ത ബഹളമാണ് ഇന്നിപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ മീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ രീതിക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്നും പറയുന്നത് പോലെ ഇന്നും പറയുകയാണ്. പിന്നെ 2-3 മീൻ ഞാൻ പൊരിക്കാനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ തലയെല്ലാം പൂച്ചക്കുട്ടന്മാർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വരുമ്പോൾ ഇട്ട് കൊടുക്കാം. മീൻ കട്ട് ചെയ്തെടുത്തപ്പോഴേക്കും നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. അപ്പോൾ മീൻ കഴുകി നമുക്ക് അരപ്പിലിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 2-3 നാടൻ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീനിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കായ എടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. കൊല ഒടിഞ്ഞ് വീണ കായാണേ. പണ്ട് മുതലേ കൊല വിളയുമ്പോൾ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് അറിയണമല്ലോ വയ്ക്കാറ്. അപ്പോൾ ആ പതിവ് ഞാനും തെറ്റിച്ചില്ല. കുറച്ച് കായ എടുത്തു, അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വട്ടത്തിലരിഞ്ഞ് 3-4 വെള്ളം കഴുകി വൃത്തിയാക്കി അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം 2-3 പച്ചമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തു. അപ്പോൾ പൊരിക്കാനെടുത്ത മീൻ അരപ്പൊക്കെ പുരട്ടി വേറൊരു അടുപ്പിലോട്ട് വെച്ച് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വെക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്കാണ്. രാവിലെ എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അല്ലാതെ നിർബന്ധമായിട്ട് കട്ട് ചെയ്യണമെന്നുള്ള ഈ രീതിക്ക് കട്ട് ചെയ്തതല്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ചിക്കൻ മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എടുത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ഞാനത് മാറ്റി കൊടുത്തു. ഇതെല്ലാം റെഡിയായി. കോവയ്ക്ക വറുത്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കി വയ്ക്കാം. അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. റാഗി പൊടി കൊണ്ടുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് കടലക്കറിയും കൂടെ വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.